ഈ അടുത്തൊരു ദിവസം ഞാൻ എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ കണ്ടപ്പോൾ അത് ഒരു ചെറിയ പ്രതിസന്ധിയിൽപ്പെട്ടുപോയി. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു, ഇത് വേറൊരാളുടെ കാര്യമാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ഇടപെട്ടത് അപ്പം തന്നെ പരിഹരിച്ചെന്നെ. എൻ്റെ കാര്യം വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് നീങ്ങാൻ വയ്യ, ഞാൻ ആകെ തളർന്നുപോയി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു നിസ്സഹായനായി എന്നോട് സംസാരിച്ചു. നല്ല കരുത്തൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധി മറ്റുള്ളവർക്കാണെങ്കിൽ അദ്ദേഹം പരിഹരിക്കും, സ്വന്തം കാര്യം വന്നാൽ തകർന്ന തരിപ്പണമായി തറയി വീഴും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ സുഭാഷിതം. പ്രതിസന്ധികളെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടണം. നമ്മൾ പല ആളുകളോടും ഇത് പറയാറുണ്ട്, പണ്ട് മുതലേ നമ്മളിതൊക്കെ കേൾക്കുന്ന കാര്യമാണ്. പ്രതിസന്ധികൾക്ക് മുന്നിൽ തളർന്നു പോകുന്നവരാണ് കൂടുതൽ ആളുകളും എന്നെനിക്കറിയാം. അത് പ്രത്യേകിച്ച് മറ്റേ സുഹൃത്ത് പറഞ്ഞോളൂ, സ്വന്തം കാര്യം വരുമ്പോൾ ആടപടലം അങ്ങ് വീഴും. എന്നാൽ ഈ ഒരു കഥ അവർക്കുള്ള ഒരു വഴികാട്ടിയാണ്, അവരെ കൈപിടിച്ച് നടത്താൻ പറ്റിയ ജീവിത സംഭവമാണ്. മെക്സിക്കോയിലേക്ക് 2010 ഒരു കുഞ്ഞു ബോട്ടിൽ മീൻ പിടിക്കാൻ പോയതായിരുന്നു യുവാവ്. ജോ സാൽവദോർ എന്നാണ് ഈ 33കാരൻ്റെ പേര്. മെക്സിക്കോയിൽ നിന്ന് പുറപ്പെട്ട സാൽവദോർ യാത്രക്കിടെ ഈ പതുക്കെ അയാൾ സഞ്ചരിച്ചിരുന്ന വള്ളം കൊടുങ്കാറ്റിൽപ്പെട്ടു. അങ്ങനെ കടലിൽ ഈ എവിടേക്കോ ഇതിങ്ങനെ അലഞ്ഞു നടന്നിട്ട് ദിശ അറിയുന്നില്ല, എങ്ങോട്ടാണ് താൻ യാത്ര ചെയ്യുന്നതെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. സാൽവദോർ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു, തൻ്റെ ജീവിതം ഈ കടലിൽ തീരുമെന്ന് അതിന് മനസ്സിലായി. മാത്രമല്ല ഈ ദിശ തിരിച്ചറിയാനുള്ള ഒരു ഉപകരണവും ഇദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. വലിയ മീനുകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷികളുടെയോ ആക്രമണം ഉണ്ടായാൽ കടലിൽ കിടന്ന് ചത്തുപോകും എന്ന് അദ്ദേഹത്തിന് അറിയാം. മാത്രമല്ല കടലിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്, അതും അതിജീവിച്ചു പോകണം. എല്ലാ രീതിയിലും ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത കൺമുന്നിൽ തെളിഞ്ഞു വരുന്നത് സാൽവദോറിന് മനസ്സിലായി. 438 ദിവസങ്ങളാണ് സാൽവദോർ കടലിൽ ദിക്കറിയാതെ ഇങ്ങനെ കറങ്ങി നടന്ന് കുടുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഒടുവിൽ പാതി ജീവനുമായി ആ ചെറുപ്പക്കാരൻ ഒരു ദിവസം ഒരു നല്ല സുപ്രഭാതത്തിൽ തീരത്തടിഞ്ഞു. പ്രതിസന്ധി വരുമ്പോൾ എല്ലാം അവസാനിച്ചു, ഇനി ഒരു തിരിച്ചുവരവ് അസാധ്യമാണ് എന്ന് നമ്മൾ കരുതും. ഞാൻ പരാജയപ്പെട്ടു പോയി എന്ന് നമ്മൾ തന്നെ വിചാരിക്കും. ചില ആൾക്കാർ പെട്ടെന്ന് കയറി സൂയിസൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും. സൂയിസൈഡ് പരിഹാരമല്ല എന്ന് നമ്മൾ പറയും. എല്ലാം അവസാനിച്ചു എന്ന് പറയുമ്പോഴും എവിടെയെങ്കിലും കുറ്റാക്കുറ്റിൽ പ്രകാശത്തിൻ്റെ ഒരു ചെറിയ വെട്ടം നമ്മൾ കണ്ടുവന്ന് വരാം. ആ ഒരു തിരി വെട്ടത്തിൽ നമുക്ക് മുന്നോട്ട് നടക്കാനുള്ള വഴി തെളിഞ്ഞു വരും. നമ്മൾ തന്നെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു എന്ന് കരുതുന്ന സമയത്തായിരിക്കും ഓർക്കാപ്പുറത്ത് ചില അത്ഭുതങ്ങൾ സംഭവിക്കുക. നിരാശപ്പെടരുത്, എല്ലാം കഴിഞ്ഞു എന്ന് ഒരു ഇക്വേഷൻ എടുക്കരുത്. ഇനിയും ചിലപ്പോൾ വഴികൾ തെളിയും, ഭാഗ്യങ്ങൾ സംഭവിക്കാം, അത്ഭുതങ്ങൾ ഉണ്ടാകും എന്ന് കരുതിയാൽ ചിലപ്പോൾ പ്രതിസന്ധികളെ കഠിനാധ്വാനമുണ്ടെങ്കിൽ അതിജീവിക്കാൻ കഴിയുമെന്നാണ് ഈ സാൽവദോർ എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതകഥ നമ്മോട് പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയധികം ദിവസങ്ങൾ കടലിൽ ഒഴുകി നടന്നിട്ട് തീരത്തൊരു പകുതി ജീവനുമായിട്ട് കരക്കടിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. അപ്പോൾ പ്രതിസന്ധികൾ വരും. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പ്രതിസന്ധി ഇല്ലാത്ത, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി ജീവിതത്തിലേക്ക് നമ്മളിപ്പോൾ ഒന്ന് കണ്ണാടി പിടിച്ചാൽ കൂടുതൽ ആളുകളും ക്ലേശങ്ങൾക്ക് നടുവിലാണ്. ഓരോ രീതിയിലുള്ള ക്ലേശങ്ങൾ, അതിൻ്റെ ഒരു തീവ്രത ഏറിയും കുറഞ്ഞും വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര തീവ്രമായ പ്രതിസന്ധിക്ക് മുമ്പിൽ മൂക്കിടിച്ച് വീണാലും ചിലപ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് കരുതി നിങ്ങൾ ചാടിക്കയറാനും എഴുന്നേറ്റ് വരാനും ശ്രമം നടത്തിയാൽ നിങ്ങൾക്കും ഉണ്ടാകും ഒരു ജീവിതം, എനിക്കും ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.